നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് തുടങ്ങുകയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥിയായി ആദ്യഘട്ടം മുതൽ പരിഗണിച്ചിരുന്ന ഒരു പേരാണ് VSJയുടേത്. നിലമ്പൂരിൽ ആര്യാടൻ ഷൌക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നു. എന്താണ് ഇനി മുന്നോട്ടുള്ള കാര്യം? തീർച്ചയായും ആര്യാടൻ ഷൌക്കത്ത് മികച്ച സ്ഥാനാർത്ഥിയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവ്, ജില്ലയിൽ കോൺഗ്രസിനെ വളർത്തി വലുതാക്കിയ ആര്യാടൻ സാറിന്റെ പ്രിയപ്പെട്ട പുത്രനാണ്. നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ, നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തന പാരമ്പര്യവും പരിചയവുമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം മെറിറ്റ് മാനദണ്ഡമാക്കിയുള്ള ഒരു സ്ഥാനാർത്ഥിത്വമാണ്. അത് UDFന്റെ വിജയത്തിന് കൂടുതൽ ഉപകരിക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ പേര് ആദ്യഘട്ടം മുതൽ ഉയർന്നു കേട്ടിരുന്നതാണ്. തഴയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പരിഗണിക്കപ്പെട്ടതിന്റെ വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പാർട്ടി പല പേരുകൾ പരിഗണിക്കും, ചർച്ച ചെയ്യും. സ്വാഭാവികമായും ആ പരിഗണിക്കപ്പെടുന്ന പേരുകളിൽ ഒന്നായതിൽ തന്നെ ഞാൻ പൂർണ്ണ സംതൃപ്തനാണ്. ഒരു ഗോഡ് ഫാദർ ഇല്ലാത്തതിന്റെ പേരിൽ സൈഡ് ലൈനിലേക്ക് മാറ്റി എന്നൊരു പ്രവർത്തകർക്കിടയിലോ താങ്കൾക്കും അങ്ങനെ ഒരു തോന്നലുണ്ടോ? അങ്ങനെ ഗോഡ് ഫാദർ ഇല്ലാത്തതിന്റെ പേരിൽ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു പാർട്ടിയല്ല കോൺഗ്രസ്. പിന്നെ എനിക്ക് ഒരു ഗോഡ് ഫാദർ അല്ല, കുറേയേറെ കോൺഗ്രസിനകത്ത് ഒരുപാട് എല്ലാ ഗോഡ് ഫാദർമാരും എന്റെ ഗോഡ് ഫാദർമാരാണ്. ഒരുപാട് ഗോഡ് ഫാദർമാരുള്ള ഒരാളാണ്. അതുകൊണ്ട് അതിന്റെ ഒരു അനാഥത്വവും ഒരു പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. അൻവർ രാജിവെച്ചത് മുതൽ താങ്കളുടെ പേരാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കാൻ ആവശ്യപ്പെടുന്നത്. താങ്കൾക്ക് വേണ്ടിയാണ് അൻവർ ഈ കാലഘട്ടത്തിൽ മൊത്തം UDF നേതൃത്വത്തോട് യുദ്ധം ചെയ്തതും. അപ്പോൾ ആ നിലയിൽ അൻവറിന്റെ ഒരു ഭാഗത്തുനിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. താങ്കളോട് ചോദിക്കൂ, താങ്കൾ സൈഡാക്കപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിൽ. ഇല്ല, അദ്ദേഹം രാജിവെച്ച സമയത്ത് ഒരു പരാമർശം നടത്തിയിരുന്നു. പിന്നെ ആര് സ്ഥാനാർത്ഥിയായാലും അത് അംഗീകരിക്കും, ഉൾക്കൊള്ളും. പിണറായി സത്തിന്റെ പരാജയമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് ആര് സ്ഥാനാർത്ഥിയായാലും ഉൾക്കൊള്ളുമെന്ന തീരുമാനം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 മാസം മുൻപ് CPM സ്ഥാനാർത്ഥിയാകാൻ ആര്യാടൻ മുഹമ്മദ് ശ്രമിച്ചിരുന്നു എന്നുവരെയുള്ള വിമർശനമാണ് അൻവറിന്റെ ഭാഗത്ത് ഉയർന്നത്. ഇല്ല, ഞാനത് കേട്ടിട്ടില്ല. അത് എല്ലാ പ്രശ്നങ്ങളും, എല്ലാ വിവാദങ്ങളും സംസാരിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും. തെരഞ്ഞെടുപ്പിനെ ഇനിയിപ്പോൾ ഏത് രീതിയിൽ നേരിടാനാണ് നിലവിലൊരു പദ്ധതി? തീർച്ചയായും ഞങ്ങൾ അതിന്റെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ ഇനി തിരഞ്ഞെടുപ്പ് കൺവെൻഷനുകളാണ്. അതിനുശേഷം കുടുംബയോഗങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളും പരമ്പരാഗതമായി അതോടൊപ്പം നവീനമായ രീതിയിൽ, പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലമാണ്, അതിന്റേതായ രീതിയിൽ കാലാവസ്ഥയ്ക്ക് അനുകൂലമായ രീതിയിലൊക്കെയുള്ള നവീനമായ നൂതനമായ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ഞങ്ങൾ നേതൃത്വം ഒറ്റക്കെട്ടായി കൂടിയാലോചിച്ച് മുന്നോട്ട് പോകും. ഈ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന സമയത്ത് സംസ്ഥാന നേതൃത്വം അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നോ? നിരന്തരമായി DCC പ്രസിഡന്റ് എന്ന നിലയിൽ സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പാണല്ലോ, നിരന്തരമായും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. തീർച്ചയായും VS ജോയി നമ്മളോട് പങ്കുവയ്ക്കുന്നത് അദ്ദേഹവുമായി ഒരു കമ്മ്യൂണിക്കേഷൻ സംസ്ഥാന നേതൃത്വം നടത്തിയിരുന്നു എന്ന് തന്നെയാണ്. ആര്യാടനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ താങ്കളുടെ VS ജോയുമായി സംസാരിച്ചിരുന്നു. VS ജോയുടെ ഭാഗത്ത് നിന്ന് പങ്കാളിത്തം ഉറപ്പാക്കിയിരുന്നു എന്ന് തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം റാഫി കരീം, 24 നിലമ്പൂർ.